അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളരെ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു അമാനത്ത് സ്വത്തുണ്ട്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ വളരെ ഗൗരവത്തിലും അതുപോലെ പ്രാധാന്യം നൽകിയും ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യേണ്ട ഒരു വിശ്വസ്ത സ്വത്താണ് നമ്മളുടെയൊക്കെയും മക്കൾ. നമ്മളുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് റബ്ബ് നൽകിയ നിഅമത്താണ്. ആ നിഅമത്ത് അതിനനുസരിച്ചുള്ള റൂട്ടിൽ നമ്മൾ അവരെ വഴി നടത്തൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അവർക്ക് ആദ്യമായി നൽകേണ്ടത് അലിഫക്ഷരമാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ അലിഫക്ഷരമാണ്. അതിലപ്പുറം പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ദീനീ വിജ്ഞാനത്തിന്റെ പാതയിലേക്കാണ് അവരെ വഴി നടത്തേണ്ടത്. സാഹചര്യങ്ങൾ പലതാണ്. പുതിയ സംവിധാനങ്ങളിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റം മാറുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും മുത്ത് നബിയെക്കുറിച്ചും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ടുള്ള അറിവിന്റെ പാഠശാലയിലേക്ക് അവരെ പറഞ്ഞയക്കണം. ഇന്ന് ഒരുപാട് സംവിധാനങ്ങളാണ് നമ്മൾക്കുള്ളത്. അവസാനമായി ഈ ലോകത്ത് നമ്മൾക്ക് ബാക്കി വെച്ചു പോകുന്നതിൽ പ്രധാനമാണ് നമ്മളുടെ സന്താനങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വലതുൻ സ്വാലിഹുൻ യദുഉ ലഹു. വല്ലാത്തൊരു വചനമാണത്. വലതുൻ സ്വാലിഹുൻ, നല്ലൊരു മകൻ, യദുഉ ലഹു, വിട പറഞ്ഞു കഴിഞ്ഞ് സ്വാലിഹായ മകൻ എന്ന് മാത്രമല്ല, അവിടെ ഒരു വലിയൊരു കാര്യമുണ്ട്. സ്വാലിഹായ മകൻ എന്ന് പറഞ്ഞ് അവിടെ റസൂൽ അവസാനിപ്പിക്കുന്നില്ല. യദുഉ ലഹു, ഈ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ. ആ രൂപത്തിലേക്ക് നമ്മളുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിയണം. മയ്യിത്തായി കിടക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് നിസ്കരിക്കാൻ അതൊരു വല്ലാത്തൊരു തൗഫീഖാണ്. അതിന് മാത്രമാകുന്ന രീതിയിലേക്ക്, അതിന് ഉതകുന്ന രീതിയിലേക്ക് നമ്മളെ മക്കളെ പരുവപ്പെടുത്തിയെടുക്കണം. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ നമ്മൾക്ക് വേണ്ടി ഓതുന്ന പെൺകുട്ടികൾ നമ്മൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടത് ദീനിന്റെ വഴിയിൽ അവരെ നടത്തുക എന്നുള്ളതാണ്. മറ്റു പല വഴികളിലേക്കും അടർന്നു പോകുന്ന പുതിയ കാലത്ത് എല്ലാ സംവിധാനങ്ങളുടെയും നടുവിൽ നിന്ന് പരിശുദ്ധമായ ദീനി വിജ്ഞാനത്തിന്റെ മധു നുകരാൻ അവരെ പ്രാപ്തരാക്കണം. അവിടെയാണ് നമ്മളുടെ വിജയം. ആ വിജയം ഈ ലോകത്തും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം അവരുടെ ജീവിതം മനോഹരമാകുമ്പോൾ, അവരുടെ ജീവിതം ആ രൂപത്തിൽ അങ്ങനെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കും വല്ലാത്ത അനുഭൂതിയാണ്. അതുപോലെ ഇത് കഴിഞ്ഞിട്ടുള്ള ലോകത്തും നമ്മൾ 2 ലോകം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അലമുൽ അർവാഹും അലമുൽ അർഹാമും കഴിഞ്ഞു. ഇനി പോകാനുള്ളത് അലമുൽ ബർസഖും അലമുൽ ആഖിറയുമാണ്. ഇനിയും 2 ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ട യാത്രികരാണ് നമ്മൾ. പുറപ്പെട്ടത് ആലമുൽ അർവാഹിൽ നിന്നാണ്, അവസാനിക്കുന്നത് ആലമുൽ ആഖിറയിലാണ്. ഇതിനിടയിലുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളുടെ ഈ സഞ്ചാരം. അവിടെ ഇട്ടേച്ചു പോകേണ്ടത് അമാനത്തായി റബ്ബ് നൽകിയ മക്കളെ ദീനി ചിട്ടയിലനുസരിച്ച് ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അവരിൽ നിന്നുണ്ടാകുന്ന തലമുറയും അങ്ങനെയാകുമ്പോൾ തലമുറകളോളം പകർന്നു നിൽക്കുന്ന പരിശുദ്ധമായ ഒരു വലിയ ആത്മീയ വെളിച്ചത്തിന്റെ കാരണമായി നമ്മൾക്ക് മാറാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.